Hello everyone. ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ആ ഭാഗത്തിന് ലെറ്റസ് എസ് എന്നൊരു പാർട്ടാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺവേർട്ട് ദ യൂണിറ്റ്സ് ഓഫ് ദി ഗിവൺ ടെമ്പറേച്ചേഴ്സ്. അതായത് ഡിഗ്രി സെൽഷ്യസ് നിന്ന് കെൽവിനിലേക്കും കെൽവിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്കും എന്താണ് നമ്മൾക്ക് ചോദിച്ചത്? കൺവേർഷനാണ്. ഓൾറെഡി നമുക്കിവിടെ ഒരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 273 കെൽവിനാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? 0 ഡിഗ്രി സെൽഷ്യസും 273 കെൽവിനും. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ എത്ര കെൽവിൻ ആയിരിക്കും? നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താ? ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ കെൽവിനിലായിരിക്കും, 373 കെൽവിൻ. അപ്പൊ 30 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ എത്ര കെൽവിൻ ആയിരിക്കും? ആ ഡിഗ്രി സെൽഷ്യസ് എന്ന വാല്യൂവിനെ 273 ആയിട്ട് പ്ലസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? വാല്യൂ എന്തായിരിക്കും? 303 കെൽവിൻ എന്നാണ് വരിക, 303 കെൽവിൻ. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ തന്നത് കെൽവിനിലാണ്. 300 ഡിഗ്രി എത്ര വരുന്നത്? ഡിഗ്രീസിൽ എത്ര വരുന്നത് നമുക്ക് നോക്കണം അല്ലേ? 300 കെൽവിൻ ഇതിലേക്ക് വരുമ്പോൾ എത്രയാണ് വരുന്നത്? അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ തുടക്കത്തിൽ ഡിഗ്രി സെൽഷ്യസിലാണ് എഴുതിയിരുന്നത്, പ്ലസ് 273 ആണ് ചെയ്തത്. അത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? ക്വസ്റ്റിൽ 300 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സെൽഷ്യസിലുള്ള വാല്യൂ ഇസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസിലുള്ള വാല്യൂ ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 300 അവിടെ തന്നെ എഴുതി, ഈ 233 നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, 273 ആ 273 നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പം അത് മൈനസ് ആയി, പ്ലസ് 273 മൈനസ് 273 ആയി. ഇത് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് വരുന്നത്. ഓക്കെ, 27 ഡിഗ്രി സെൽഷ്യസ്. ഇനി 40നെ നമുക്ക് കെൽവിനിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഡിഗ്രി സെൽഷ്യസിലെ വാല്യൂ പ്ലസ് 273 ചെയ്താൽ അത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ 313 കെൽവിൻ. ക്ലിയർ ആയല്ലോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? കംപ്ലീറ്റ് ദ ടേബിൾ. ആറ്റമിക് മാസ് ഹൈഡ്രജന്റെ 1, കാർബണിന്റെ 12, ഓക്സിജന്റെ 16, നൈട്രജന്റെ 14. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ എലിമെന്റ്സ് ഉണ്ടോ അതിന്റെ മോളിക്കുലർ മാസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ 2 ഉണ്ട്. ഒരു ഹൈഡ്രജന്റെ ആറ്റമിക് മാസ് 1 ആണ്. അപ്പൊ രണ്ടെണ്ണത്തിന് എത്രയായി? 1 into 2. മോളിക്കുലർ മാസ് 2 ആണ് വരുന്നത്. ഗിവൺ മാസ് നമ്മൾ ഒരു ഫോർമുല പഠിച്ചത്, നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് എന്ന് പറയും. ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. ഗിവൺ മാസ് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്ന മാസ് എത്രയാണ് അത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് ഇപ്പൊ തന്ന എത്രയാണ്? 10 ഗ്രാം ആണ് തന്നത്. ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് എത്രയാണ്? 2 ആണ്. അപ്പൊ 10 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 5 ആണ് വരുന്നത് അല്ലേ? അപ്പൊ 5 മോൾസ് ഉണ്ട്. ഇനി നമുക്ക് അറിയാം, 1 മോൾ ഓഫ് എനി ഗ്യാസ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അല്ലെങ്കിൽ ഓക്യുപ്പൈസ് എ വോളിയം ഓഫ് 22.4 ലിറ്റേഴ്സ്. അപ്പൊ ഒരു മോള് ഗ്യാസ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം എത്രയാണ്? 22.4 ലിറ്റേഴ്സ് ആണ്. ഇവിടെ നമ്മുടെ എത്രയാണുള്ളത്? 5 മോൾസ് ആണ്. അപ്പോൾ 5 into 22.4 ചെയ്തപ്പോഴാണ് നമുക്ക് ഇവിടെ എന്താ ആൻസർ അവർ തന്നത്? 112 ലിറ്റേഴ്സ് വന്നു. ഓക്കെ, ഒരു മോൾ 22.4 ലിറ്റേഴ്സ് ആണെങ്കിൽ 5 മോൾ കാണാൻ 5 into 22.4 ചെയ്തു. അങ്ങനെയാണ് ഇവിടെ 112 ലിറ്റേഴ്സ് വന്നത്. ഓക്കെ, ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാർബണിന്റെ ആറ്റോമിക് മാസ് 12 ആണ്. അങ്ങനത്തെ ഒരു കാർബൺ 12 into 1 പ്ലസ് ഓക്സിജന്റെ 16 ആണ് ആറ്റോമിക് മാസ്. അങ്ങനത്തെ 2 ഓക്സിജൻ ഉണ്ട്. 16 into 2 32 plus 12 ചെയ്ത് നമുക്ക് 44 എന്നാണ് വരിക. അപ്പൊ ആറ്റോമിക് മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 44 ആണ്. ഗിവൺ മാസ് എത്ര? 440 ആണ്. അപ്പൊ 440 ഡിവൈഡഡ് ബൈ 44. 44 ഒരു പ്രാവശ്യം ഈ മോള് 0 ഇട്ട് കഴിഞ്ഞാൽ അത് 10 മോൾസ് ആയി. ഓക്കെ, 10 മോൾസ്. അപ്പം ഒരു മോൾ 22.4 ലിറ്റേഴ്സ് ആണെങ്കിൽ 10 മോൾ എത്രയായിരിക്കും? 10 into 22.4 ലിറ്റേഴ്സ്. അത് ഇൻറ്റു ചെയ്താൽ നമുക്ക് 2240 എന്ന് വരും. പക്ഷെ ഇവിടെ ഡെസിമൽ പ്ലേസിൽ എത്ര നമ്പേഴ്സ് വരുന്നുണ്ട്? ഒരു ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വരുന്നുണ്ട്. അപ്പം നമ്മൾ 0 പോയിന്റിന് ശേഷം ഇടാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുക 224 ആണ്. ആ 0.0 അവിടെ ഇട്ടാലും കുഴപ്പമില്ല. നമ്മളവിടെ എന്ത് ചെയ്താൽ മതി? വെറും 224 ലിറ്റേഴ്സ് എഴുതിയാൽ മതി. ഓക്കെ, 224 ലിറ്റേഴ്സ്. ഇനി അമോണിയ NH3, നൈട്രജന്റെ
ആറ്റമിക് മാസ് 14 അങ്ങനത്തെ ഒരു നൈട്രജൻ പ്ലസ് ഹൈഡ്രജന്റെ ഒരെണ്ണം അങ്ങനത്തെ 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 14 പ്ലസ് 3 17 എന്നാണ് കിട്ടുക. ഇവിടെ ഗിവൺ മാസ് 340 grams ആണ്. 340നെ നമ്മൾ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര മോൾസ് ഓഫ് അമോണിയ ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ 17ന്റെ ഡബിൾ ആണ് 34 അല്ലേ 2. പിന്നെ ആ 0 കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് മോൾസ് കൂടി കിട്ടി. 20 മോൾസ് ഉണ്ട്. അപ്പോൾ 20 ഇൻറ്റു 22.4 ചെയ്താൽ ഫിസിക്ക് എത്ര വരിക? 448 ലിറ്റേഴ്സ് വരും. 4480 എന്നാണ് വരിക. നേരത്തെ പോലെ ഡെസിമൽ പോയിന്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. 448.0 ലിറ്റേഴ്സ് ആണ് വരിക. അതിൽ 0 ഒഴിവാക്കി നമ്മൾ 448 ലിറ്റേഴ്സ് മാത്രമേ ഇടുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇനി a balanced equation of the reaction to produce ammonia is given. അപ്പോൾ അമോണിയ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? 1 mole nitrogen, ഒരു മോൾ നൈട്രജൻ reacts with 3 moles of hydrogen to give 2 moles of ammonia. അല്ലെ, ഇവിടെ ഒരു മോൾ നൈട്രജൻ 3 മോൾ ഹൈഡ്രജൻ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് 2 മോൾ അമോണിയ ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ആ ഇക്വേഷൻ നമുക്ക് മനസ്സിലാവുന്നത്. ഹൗ മെനി മോൾസ് ഓഫ് ഹൈഡ്രജൻ ഇസ് റിക്വയർഡ് ഫോർ 10 moles of nitrogen to react completely. നമ്മുടെ ചോദിച്ച എന്താണ്? ഒരു മോളിൽ 3 ഹൈഡ്രജൻ മോൾസ് അല്ലെ, 3 മോൾസ് ഓഫ് ഹൈഡ്രജൻ വേണം. നമ്മുടെ ചോദിച്ചത് 10 മോൾസ് ഓഫ് നൈട്രജൻ ആണെങ്കിൽ 10 മോൾസ് ഓഫ് നൈട്രജൻ ആണെങ്കിൽ എത്ര മോൾസ് ഓഫ് ഹൈഡ്രജൻ വേണം അല്ലെ, റിയാക്ട് കംപ്ലീറ്റ്ലി നമുക്ക് ചോദിച്ചത്. ശരിയല്ലേ? അപ്പൊ 10 മോൾസ് ഓഫ് എത്ര വേണ്ടി വരും? ഒരു മോളിൽ 3 മോൾ ആണെങ്കിൽ 10 മോൾസിന് എത്രയായിരിക്കും? 10 ഇൻറ്റു 3 ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 30 മോൾസ് ഓഫ് നൈട്രജന് കിട്ടും. 30 മോൾസ് ഓഫ് ഹൈഡ്രജൻ 30 മോൾസ് ഓഫ് ഹൈഡ്രജൻ വേണം. ഓക്കെ, 30 മോൾസ് ഓഫ് ഹൈഡ്രജൻ കിട്ടിയാൽ റിയാക്ട് ചെയ്യും. 10 മോൾസ് ഓഫ് നൈട്രജൻ ആയിട്ട് റിയാക്ട് ചെയ്യും. പിന്നെ ഹൗ മച്ച് അമോണിയ വിൽ ബി പ്രൊഡ്യൂസ് ഇഫ് 10 മോൾസ് ഓഫ് നൈട്രജൻ റിയാക്ട് കംപ്ലീറ്റ്ലി? നമ്മളിത് പറഞ്ഞത് 10 മോൾസ് നൈട്രജൻ റിയാക്ട് ചെയ്തിടുമ്പം 10 മോൾസ് ഓഫ് നൈട്രജൻ റിയാക്ട് ചെയ്യുമ്പം എത്ര മോൾസ് അമോണിയ കിട്ടും എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം 1 മോൾ നൈട്രജൻ റിയാക്ട് ചെയ്ത 2 മോൾസ് അമോണിയാണ് കിട്ടുന്നത്. ശരിയല്ലേ? ഒരു മോൾ നൈട്രജൻ റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2 മോൾസ് അമോണിയാണ്. നമ്മുടെ ഇവിടെ ചോദ്യം എന്താ? ഹൗ മച്ച് അമോണിയ വിൽ ബി പ്രൊഡ്യൂസ് ഇഫ് 10 മോൾസ് ഓഫ് നൈട്രജൻ, ഒരു മോളിൽ നിന്ന് 2 മോൾ അമോണിയ. അങ്ങനെയാണെങ്കിൽ 10 മോൾ നൈട്രജൻ എത്രയായിരിക്കും? 10 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 20 മോൾസ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നാലാമത്തെ ചോദ്യം. 440 liter of gas is stored in a cylinder at 0 degree Celsius and 1 atmosphere pressure. ഇതിനാണ് നമ്മൾ STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയും. 0 ഡിഗ്രി സെൽഷ്യസിന് 273 കെൽവിനും ടെമ്പറേച്ചർ, പ്രഷർ 1 അറ്റ്മോസ്ഫിയർ പ്രഷർ ആണെങ്കിൽ നമ്മൾ അതിനെ STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ വോളിയം ഓഫ് എ ഗ്യാസ് എത്രയായിരിക്കും? വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഈക്വൽ ടു 22.4 ലിറ്റേഴ്സ് ആയിരിക്കും അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യമാണ്. നമ്മുടെ ഇവിടെ ചോദിച്ചെന്താ? ഹൗ മെനി മോൾസ് ഓഫ് മോളിക്യൂൾ ഡസ് ദിസ് ഗ്യാസ് കണ്ടെയ്ൻ? ഈ ഗ്യാസിന്റെ അകത്ത് എത്ര മോൾസ് ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പം നമുക്കൊരു ഫോർമുല ഇവിടെ എഴുതാം. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഗ്യാസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു വോളിയം, ഗിവൺ വോളിയം ബൈ വോളിയം അറ്റ് STP. വോളിയം അറ്റ് STP എത്രയാണ്? 22.4 ലിറ്റർ ആണ് അല്ലേ. ഇതാണ് നമ്പർ ഓഫ് മോൾസ് ഗ്യാസിന്റെ കേസിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ വോളിയം നമുക്ക് തന്നത് ഇവിടെ 448 ലിറ്റേഴ്സ് ആണ്. അപ്പോൾ 448നെ നമ്മൾ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മോൾസ് ഓഫ് ഗ്യാസ് ഉണ്ടാവും എന്ന് മനസ്സിലാവും. അപ്പോൾ 224 ജസ്റ്റ് ഡബിൾ ആണ് ഇതല്ലേ. അപ്പോൾ ഈ പോയിന്റ് കളയാൻ നമ്മൾ എന്ത് ചെയ്യും? മുകളിലും താഴെയും 10 കൊണ്ട് അവിടെ ഇൻറ്റു ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടാം 4480 ഡിവൈഡഡ് ബൈ 2240. പക്ഷെ ഇവിടെ പോയിന്റ് കഴിഞ്ഞ ഒരു നമ്പർ ഉണ്ടാവും, 224.0 എന്ന് എഴുതുന്നത്. ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 224 ഇൻറ്റു 2 ആണ് 448. ഇവിടെയുള്ള 0 നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 20 എന്ന് കിട്ടി. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് എത്രയാണ്? 20 മോൾസ് ആണ് അല്ലേ. STPയിൽ 20 മോൾസ് ഉണ്ട്. ഇനി നമ്മൾ ചോദിച്ചു ഹൗ മെനി മോൾസ് ഓഫ് മോളിക്യൂൾസ് ഡസ് ദിസ് ഗ്യാസ് ഹാസ് എന്നാണ്. അപ്പൊ എത്രയുണ്ട്? 20 മോൾസ് ഉണ്ട്. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾ, വാട്ട് ഇസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് സാമ്പിൾ? സെക്കൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്.
ഒരു മോൾ ഏതൊരു സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസോ 23 ആറ്റംസ് ഉണ്ടാവുമെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 20 മോൾസിൽ എത്ര ഉണ്ടാവും? 20 മോൾസ് വിൽ കണ്ടെയ്ൻ 20 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? സാധാരണ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഫുൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ആക്യുറേറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് 1.204 ഇൻറ്റു 10⁻25 എന്നാണ്. എന്തുകൊണ്ടായി 25 ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്സിനൊരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. അതായത് ഡെസിമലിന്റെ മുന്നേ ഒരു നമ്പർ വരാൻ പാടുള്ളൂ എന്നുള്ള. അപ്പം അതിലേക്ക് കൊണ്ടുവരുമ്പോൾ 2 സീറോസ് നമ്മൾ ഇങ്ങോട്ടേക്ക് ജമ്പാണ് ചെയ്തത്. അതുകൊണ്ടാണ് 10⁻25 ആയത്. പക്ഷെ നിങ്ങൾക്ക് ഇത്രയും മതി. ക്ലിയർ ആയല്ലോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. 400 ലിറ്റർ ഓഫ് ഗ്യാസ് is stored in a cylinder at 27 degrees Celsius and constant pressure. 400 ലിറ്റർ ഗ്യാസ് ഒരു സിലിണ്ടറിനകത്ത് 27 ഡിഗ്രി സെൽഷ്യസിലും ഒരു കോൺസ്റ്റന്റ് പ്രഷറിലും വെച്ചിട്ടുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. What will be the temperature if the volume of this gas is reduced to 200 liter at the same time? അപ്പോൾ ഇതിന്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? 400-ന്ന് 200-ലേക്ക് ഇതിനെ മാറ്റുമ്പോൾ സെയിം പ്രഷർ മാറുന്നില്ല. ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യേണ്ട ലോ ഏതാ? വിച്ച് ഗ്യാസ് ഇസ് റിലവൻറ്റ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട ഏതാ? ചാൾസ് ലോ ആണ്. അപ്പൊ ചാൾസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. V1/T1 will be equal to V2/T2. അപ്പൊ വോള്യൂം V1 എത്രയാണ്? 400 ആണ്. ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷെ നമുക്കറിയാം നമ്മൾ 27 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചല്ല സോൾവ് ചെയ്യേണ്ടത്. ടെമ്പറേച്ചർ നമ്മൾ എന്തിലേക്ക് മാറ്റണം? കെൽവിനിലേക്ക് മാറ്റണം. അപ്പൊ 27 + 273 is equal to 300 കെൽവിൻ ആണ് വരുന്നത്. 300 കെൽവിൻ. അപ്പൊ 300-ലേക്ക് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നിങ്ങളിത് സോൾവ് ചെയ്യാൻ. V2 എത്രയാണ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ 200 ലിറ്റേഴ്സ് ആയി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T2 ആണ്. അപ്പൊ നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക 300 × 200 is equal to ഡിവൈഡഡ് ബൈ is equal to പറഞ്ഞാൽ ഡയറക്റ്റ് ഇങ്ങനെ എഴുതാണ് കേട്ടോ. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ എഴുതാം. is equal to 400 × T2. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷനിലായി 400 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകും, അത് ഡിവൈഡഡ് ബൈയിലേക്ക് പോകും. അപ്പോൾ T2 is equal to 300 × 200 ഡിവൈഡഡ് ബൈ 400. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഈ 2 സീറോസ് അങ്ങോട്ട് കട്ട് ചെയ്യാം. 2 4-ൽ 2 ടൈംസ് പോവും. 2 300-ൽ 150 ടൈംസ് പോവും. അപ്പൊ ടെമ്പറേച്ചർ നമുക്കിത് കിട്ടിയ കെൽവിനാണ്. 150 കെൽവിനാണ് കിട്ടിയത്. പക്ഷെ നമുക്ക് തിരിച്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണം അല്ലെ? ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ പ്ലസ് 273 ചെയ്താലാണ് നമുക്ക് കെൽവിനുള്ള ടെമ്പറേച്ചർ കിട്ടുക. അപ്പൊ എക്സ് ആണ് ആ ടെമ്പറേച്ചർ എന്ന് വിചാരിക്കാം. അപ്പൊ എക്സ് ഈക്വൽ എന്തായിരിക്കും? 150 - 273. 150 - 273. അപ്പൊ 273 - 50 ചെയ്താൽ നമുക്ക് കിട്ടുക 123 എന്നാണ്. പക്ഷെ നമ്മളിവിടെ ചെറുതുനിന്ന് വലുതാണ് മൈനസ് ചെയ്തത്. അപ്പം ഇത് നെഗറ്റീവ് ആയിരിക്കും. -123 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇത് ഏത് ഗ്യാസ് ലോ ഒബേ ചെയ്യുന്നത്? ചാൾസ് ലോ ആണ് ഒബേ ചെയ്യുന്നത്. ഓക്കെ, ഇനി സി എന്താ? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് സബ്സ്റ്റൻസ് ഇസ് 3 ഡിഗ്രി സെൽഷ്യസ്. അബവ് വാട്ട് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഡസ് ദിസ് സബ്സ്റ്റൻസ് ഒബേ ദ ഗ്യാസ് ലോസ്? അപ്പൊ ഗ്യാസ് ലോസ് ഒബേ ചെയ്യുന്നെങ്കിൽ നമുക്കറിയാം ടെമ്പറേച്ചർ ഷുഡ് ബി എന്തായിരിക്കണം? 273 കെൽവിൻ ആയിരിക്കണം. പക്ഷെ ഇത് ഡിഗ്രി സെൽഷ്യസിലാണ് തന്നത്. അപ്പൊ നമുക്ക് ഇതിനൊന്ന് ഡിഗ്രി സെൽഷ്യസ് നിന്ന് കെൽവിനിലേക്ക് മാറ്റി നോക്കാം. 3 + 273 276 കെൽവിൻ ആണ്. ഇത് അബവ് 273 ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദിസ് ഗ്യാസ് ഒബേസ് എന്തൊബേ ചെയ്യുന്നുണ്ട്? ഗ്യാസ് ലോസ് ഒബേ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? 276-ന്റെ മുകളിൽ വരണം. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ക്ലോറിൻ മോളിക്യൂൾസ് ഇൻ 710 gram ക്ലോറിൻ ഗ്യാസ്? അപ്പം ക്ലോറിൻ മോളിക്യൂൾസ് 710 gram ക്ലോറിൻ ഗ്യാസിൽ എത്ര ക്ലോറിൻ മോളിക്യൂൾസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. ബി എന്താണ്? വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദിസ് സാമ്പിൾ? ഓക്കെ, ഇനി എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ മോളിക്കുലർ മാസ് എത്രയാന്ന് നോക്കാം. മോളിക്കുലർ മാസ്
of chlorine is equal to atomic mass of chlorine 35.5 ആണ്. അങ്ങനത്തെ 2 ക്ലോറിൻ ആറ്റംസ് ഉണ്ട്. ഇത് ചെയ്താൽ നമുക്ക് കിട്ടാൻ 71. മോളിക്കുലർ മാസ് എത്രയാണ്? 71 ആണ് വരുന്നത്. 71 gram per mole. ഓക്കെ, നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പം നമുക്ക് ഓൾറെഡി പഠിച്ച കാര്യമാണ് 1 mole ഓഫ് എനി സബ്സ്റ്റൻസ് ഇസ് ഈക്വൽ ടു എത്ര ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് 6.022 ഇൻറ്റു 10 to the power of 23 മോളിക്യൂൾസ് ഉണ്ടാവും നമുക്കറിയാം അല്ലേ? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് അതിനകത്ത് കാണും നമുക്കറിയാം. പക്ഷെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത് ഈ 71 ഗ്രാമിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവുന്ന. അപ്പൊ ആദ്യ നമ്പർ എന്ത് കണ്ടുപിടിക്കണം? ഈ 710 gram എന്ന് പറഞ്ഞാൽ എത്ര മോൾസ് ആണ് ആദ്യം അറിയണ്ടേ? അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ molecular mass. Given mass by molecular mass. Given mass 710 divided by molecular mass നമ്മൾ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 71 ആണ്. അപ്പോൾ 71 കട്ട് ചെയ്യും 1 ടൈം 0. അപ്പം എത്ര മോൾസ് ഉണ്ട്? 10 മോൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? 1 മോളിൽ 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. അങ്ങനെയാണെങ്കിൽ 10 മോൾസിലോ? 10 മോൾസിൽ എത്ര ഉണ്ടാവും? 10 into 6.022 into 10 to the power of 23. അപ്പോൾ ഇവിടെ 10 to the power of 23 ഇവിടെ വെറും 10 ആണ് അല്ലേ? ഇതിന്റെ മീനിങ് 10⁻1 എന്നാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പവർ ഉള്ള ഇൻറ്റു ചെയ്യുമ്പം a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻m + n ആണ് ലോ ഓഫ് എക്സ്പോണൻഷ്യൽ വരുന്നത്. അതായത് ഇവിടെ 10⁻1 ആണ്. 10⁻1 ഇൻറ്റു 10⁻23 എന്ന് പറഞ്ഞാൽ 10⁻1 + 23 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആൻസറിൽ വലിയ വ്യത്യാസമല്ല. 6.022 ഇൻറ്റു 10 to the power of എത്രയാവുന്നുള്ളൂ? 24 ആവുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ ഇവിടെ വെച്ച് നിർത്തിയാലും കുഴപ്പമില്ല. ഞാൻ അതിന്റെ ഫൈനൽ ആൻസർ കാണിച്ചു തന്നത് മാത്രം. ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യൻ. ഹൗ മെനി ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ ഇസ് റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 700 gram നൈട്രജൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ? അപ്പം എത്ര ഗ്രാം ഹൈഡ്രജൻ വേണം 700 gram നൈട്രജൻ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യാൻ? അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ റിയാക്ഷൻ എഴുതാം. നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. റിയാക്ഷൻ എന്താ വരുന്നത്? N2 1 mole ഓഫ് നൈട്രജൻ റിയാക്ട്സ് വിത്ത് 3 moles ഓഫ് ഹൈഡ്രജൻ ടു ഗീവ് 2 moles ഓഫ് അമോണിയ. നേരത്തെ ഓൾറെഡി നമ്മൾ കണ്ടതാണ് അല്ലേ? ഇതാണ് റിയാക്ഷൻ വരുന്നത്. അപ്പൊ നമ്മളടുത്ത് ചോദിച്ചത് 700 gram നൈട്രജൻ വേണം. 700 gram നൈട്രജന്റെ കൂടെ എത്ര ഗ്രാം ഹൈഡ്രജൻ വേണം? എന്നിട്ട് how many gram is required to react with 700 gram nitrogen in the production of ammonia? ഇവിടെ അമോണിയ ഉണ്ടാക്കണമെങ്കിൽ 700 gram നൈട്രജൻ കൂടെ എത്ര ഗ്രാം ഹൈഡ്രജൻ വേണമെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇനി മോൾസിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ്? 1 mole നൈട്രജൻ റിയാക്ട്സ് വിത്ത് 3 moles ഓഫ് ഹൈഡ്രജൻ. 1 mole നൈട്രജൻ 3 mole ഓഫ് ഹൈഡ്രജൻ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആക്കേണ്ടത് എത്രയാണ്? റിയാക്ട് വിത്ത് 700 grams ആണ് വേണ്ടത്. 700 grams. അവിടെ വീണ്ടും നമ്മൾ എത്ര മോൾസ് 700 gram എത്ര മോൾസ് എന്ന് അറിയണ്ടേ? അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. നൈട്രജന്റെ മോളിക്കുലർ മാസ് ആറ്റമിക് മാസ് 14 ആണ്. അങ്ങനത്തെ N2 2 അല്ലേ? അപ്പൊ 28 ആണ് അതിന്റെ മോളിക്കുലർ മാസ് വരുന്നത്. അപ്പൊ 700 നമ്മൾ 28 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 25 മോൾസ്. അപ്പൊ 700 gram ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ എത്ര മോൾസ് ആണ്? 25 മോൾസ് ആണ് വരുന്നത്. ഓക്കെ, 25 മോൾസ്. അപ്പൊ നമ്മളെല്ലാം അങ്ങനെ മോൾസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ സോൾവ് ചെയ്യാൻ. 1 മോളിന് 3 മോൾ ഹൈഡ്രജൻ ആണെങ്കിൽ 25 മോൾ. 700 gram എന്ന് പറഞ്ഞാൽ എത്ര മോളാണ്? 25 മോളാണ്. 25 മോളിൽ എത്ര ഹൈഡ്രജൻ വേണ്ടി വരും? എന്ത് ചെയ്താൽ മതി? 25 ഇൻറ്റു 3 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 75 മോൾസ് കിട്ടും. അപ്പൊ 25 മോൾ നൈട്രജൻ എത്ര മോൾ ഹൈഡ്രജൻ വേണം? 75 മോൾസ് ഓഫ് ഹൈഡ്രജൻ വേണം. ക്ലിയർ ആയല്ലോ എങ്ങനെ ചെയ്തെന്നുള്ളത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. ഹൗ മെനി മോൾസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് CaCO3 ആർ പ്രസന്റ് ഇൻ ഇറ്റ്സ് 1 kilogram? 1 kilogramനകത്ത് എത്ര മോൾസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഉണ്ട് എന്നാണ് ചോദ്യം.
അപ്പം 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാംസ് ആണ്. 1 കിലോഗ്രാം ഇസ് ഈക്വൽ ടു 1000 ഗ്രാംസ്. അപ്പൊ ആ 1000 ഗ്രാംസിനകത്ത് എത്ര മോൾസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. വീണ്ടും നമ്മളുടെ സെയിം ഇത് തന്നെ. അതിന്റെ മുന്നേ നമുക്ക് എന്ത് വേണം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുല എന്താ? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്യുലർ മാസ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ ഗിവൺ മാസ് അറിയാം. എത്രയാണ്? 1000 ഗ്രാംസ് ആണ്, 1 കിലോഗ്രാം ആണ്. ബൈ മോളിക്യുലർ മാസ് Na, ഇതിന്റെ CaCO3 ആണ്. കാൽസ്യത്തിന്റെ ഒരെണ്ണം 40 പ്ലസ് കാർബണിന്റെ 12 പ്ലസ് ഓക്സിജന്റെ 16 × 3 48 വരും. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 100 എന്നാണ് കിട്ടുക. ഓക്കെ, 100 എന്ന് കിട്ടും. അപ്പം മാസ് ബൈ മോളിക്കുലർ മാസ് ആണ് തന്നത്. 1000/100. അപ്പൊ 2 സീറോസ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര മോൾസ് ഉണ്ട്? 100. നമുക്ക് ഇവിടെ 10 മോൾസ് ആണ് കിട്ടുക. 10 മോൾസ്. അപ്പൊ ഹൗ മെനി മോൾസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ആണ് ഇവിടെ ഉള്ളത്? 10 മോൾസ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എന്റെ വാല്യൂ കിട്ടി. ഇനി ബി. ബി എന്താ? മാസ് ഓഫ് ദ സെയിം നമ്പർ ഓഫ് അമോണിയ മോളിക്യൂൾസ് ആസ് കണ്ടെയ്ൻഡ് ഇൻ 88 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടോ അത് നമ്മൾ എന്ത് ചെയ്യണം? എത്ര മോൾസ് ഉണ്ടെന്ന് അറിയണം. അപ്പൊ എത്ര മോൾസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ അതേ മാസ് വരുന്ന അമോണിയന്റെ അകത്തും എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? അവഗാഡ്രോ ലോ ആലോചിക്കാം അല്ലെ? സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 88 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അകത്ത് എത്ര മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് നോക്കാം. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ 88 ഗ്രാം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഗിവൺ മാസ് 88 ഗ്രാം. അതിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണ്ടേ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാർബൺ എത്രയാണ്? 12 ആണ്. ഓക്സിജന്റെ 16 × 2. അപ്പൊ 16 × 2 32, 32 12 44. അപ്പൊ 88/44 നമുക്ക് 2 എന്ന് കിട്ടും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്? 2 മോൾസ് ആണ്. അപ്പൊ 2 മോൾസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര മോളിക്യൂൾസ് ആണോ വരുന്നത് അത്ര തന്നെ എവിടെ ഉണ്ടാവും? അമോണിയന്റെ അകത്തും ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അവഗാഡ്രോ ലോ പ്രകാരം ഈക്വൽ മാസ് അല്ലെങ്കിൽ ഈക്വൽ മോൾസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഇപ്പം നമ്മൾ എന്താ പഠിച്ചത്? അവഗാഡ്രോസ് ലോ പ്രകാരം. അവഗാഡ്രോസ് ലോ പറയുന്നത് എന്താ വെച്ചാൽ ഈക്വൽ മോൾസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ എത്ര മോൾസ് ഉണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് 2 മോൾ. അപ്പൊ 2 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആസ് പ്രസന്റ് ഇൻ 2 മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അപ്പൊ 2 മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു കഴിഞ്ഞാലും 2 മോൾസ് ഓഫ് അമോണിയ എടുത്തു കഴിഞ്ഞാലും സെയിം നമ്പർ ഓഫ് മോൾസ് അല്ലേ? നമ്മൾ അവഗാഡ്രോ ലോ പ്രകാരം എന്താണ്? സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോൾസ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? പിന്നെ സി എന്താ? മാസ് ഓഫ് 22.4 ലിറ്റേഴ്സ് കാർബൺ ഡൈ ഓക്സൈഡ് കെപ്റ്റ് അറ്റ് STP. അപ്പൊ 22.4 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് STPയിലാണ് വെക്കുന്നതെങ്കിൽ അതിന്റെ മാസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പം സി നമ്മൾ ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ വോളിയം ബൈ വോളിയം അറ്റ് STP അല്ലേ? നമുക്കറിയുന്ന കാര്യമാണ്. അപ്പൊ ആദ്യം നമുക്ക് ഈ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എവിടേക്ക് പോകാൻ പറ്റുള്ളൂ? മാസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് എത്രയെന്ന് അറിയണ്ടേ? ഗിവൺ വോളിയം എത്രയാണ്? 22.4 ലിറ്റർ ആണ് തന്നത്. മാസ് ഓഫ് 22.4 ലിറ്റർ വോളിയമാണ് തന്നത്. വോളിയം അറ്റ് STP എന്ത് തന്നെയാണ്? 22.4 ആണ്. അപ്പൊ ഇത് എത്ര മോൾ ഉണ്ട്? 1 മോൾ ആണ് വരുന്നത്. ഓക്കെ, 1 മോൾ ആണ് വരുന്നത്. ഇനി നമ്മളൊരു ഫോർമുലയും കൂടി പഠിച്ചിട്ടുണ്ട് മാസ് കണ്ടുപിടിക്കാൻ. മാസിന്റെ ടേംസിൽ മോൾ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്യുലർ മാസ്. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഓൾറെഡി നമ്മൾ
കണ്ടുപിടിച്ചിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് എത്ര? 44 ആണ്. നമ്പർ ഓഫ് മോൾസ് എത്ര? നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചത് 1 മോൾ. അപ്പോൾ 1 ഇസ് ഈക്വൽ ടു എത്രയാണ് മാസ്? ഗിവൺ മാസ് എത്ര എന്ന് അറിയില്ല. ആ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് 44. ഇനി ഗിവൺ മാസ് ഇസ് ഈക്വൽ എന്തായിരിക്കും? ഗിവൺ മാസ് ഇസ് ഈക്വൽ ടു നമ്മൾ ഈ 44നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഡിവൈഡഡ് ബൈ ഉള്ള 44 കൊണ്ടുവരും മൾട്ടിപ്ലൈഡ് ബൈ ആവും. ഗിവൺ മാസ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 44 ഇസ് ഈക്വൽ ടു 44 gram. ക്ലിയർ ആയല്ലോ? ഇനി 9th question. The volume of a cylinder containing ammonia at STP is 4480 milliliters. Find the number of moles of ammonia in the cylinder. നമുക്ക് ഇവിടെ തന്നെന്താ വെച്ചാൽ ഒരു സിലിണ്ടർ ഉണ്ട്, അതിനകത്ത് അമോണിയ ഗ്യാസ് ഉണ്ട് STPയിൽ. അതിന്റെ വോളിയം 4480 എന്നാണ് തന്നത്. 4480 മില്ലി ലിറ്റേഴ്സ് ആണ് തന്നത്. 4480 മില്ലി ലിറ്റേഴ്സ്. അപ്പൊ മില്ലി ലിറ്റേഴ്സിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനങ്ങോട്ട് ലിറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. മില്ലി ലിറ്റേഴ്സിന് ലിറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലി ലിറ്റേഴ്സ് ആണ്. ഓക്കെ, 1000 മില്ലി ലിറ്റേഴ്സ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 4480 മില്ലി ലിറ്റേഴ്സ് എത്രയായിരിക്കും? 4480 ഡിവൈഡഡ് ബൈ 1000. 2 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 448 ബൈ 100 എന്ന് പറഞ്ഞാൽ 4.48 ആണ് നിങ്ങൾക്ക് കിട്ടുക. 4.48 ലിറ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ ഇൻ ദ സിലിണ്ടർ. നമ്മൾ പഠിച്ചൊരു ഫോർമുല ഉണ്ടായിരുന്നു അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗ്യാസ് ആയതുകൊണ്ട് നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ വോളിയം ബൈ വോളിയം അറ്റ് STP. ഗിവൺ വോളിയം എത്രയാണ്? 4.48 ആണ്. ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് STP എത്രയാണ്? 22.4 ആണ് വരുന്നത്. അപ്പൊ നമ്മളിവിടെ ഡെസിമൽ പ്ലേസ് കളയാൻ ഇവിടെ 100 കൊണ്ട് ഇൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 100 കൊണ്ട് തന്നെ ഇൻറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 448 ഡിവൈഡഡ് ബൈ 2240 2240. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കിട്ടുന്നത് 0.2 മോൾസ് ആണ്. 0.2 മോൾസ് ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി സബ് ക്വസ്റ്റ്യൻ ബി. ഫൈൻഡ് ദ മാസ് ഓഫ് ദിസ് NH3 ഗ്യാസ്. ഇതിന്റെ മാസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ആറ്റമിക് മാസ് ഓഫ് നൈട്രജൻ 14 ആണ്, ആറ്റമിക് മാസ് ഓഫ് ഹൈഡ്രജൻ 1 ആണ്. അങ്ങനെ ആകുമ്പോൾ മോളിക്കുലർ മാസ് എത്രയായിരിക്കും? മോളിക്കുലർ മാസ് ഇസ് ഈക്വൽ ടു ഇതാദ്യം കണ്ടുപിടിക്കാം. NHL 114 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 3. അപ്പൊ 17 ആണ് മോളിക്കുലർ മാസ് ഓഫ് അമോണിയ. നമ്മൾ ആദ്യം ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഫൈൻഡ് ദ മാസ് ഓഫ് അമോണിയ ഗ്യാസ് ആണ് പറയുന്നത്. അപ്പം അതിനും നമുക്കൊരു ഫോർമുല ഉണ്ട്. മാസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ മാസ് അല്ല. നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് 0.2 മോൾസ് ആണ്. ഇസ് ഈക്വൽ ടു മാസ് എത്ര നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. മോളിക്കുലർ മാസ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് 17 ആണ്. അപ്പൊ മാസ് ഈക്വൽ ടു എന്തായിരിക്കും? മാസ് ഈക്വൽ ടു ഈ 17 നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ 0.2 ഇൻറ്റു 17 ആവും. അത് വരുമ്പം 3.4 എന്നാണ് വരുന്നത്. ഓക്കെ, 3.4 ഗ്രാം എന്നാണ് വരുന്നത്. 3.4 ഗ്രാം. ഇനി ഇതിന്റെ അകത്ത് എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്നാണ് ചോദിച്ചത് അല്ലെ? എത്ര മോളിക്യൂൾസ് ഉണ്ട്? സി അതല്ലേ, ഹൗ മെനി മോളിക്യൂൾസ് ആർ ദെയർ ഇൻ ദിസ് ഗ്യാസ് സിലിണ്ടർ? നമുക്കറിയാം മോൾസ് എത്രയാണ്? 0.2. 0.2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് 23 എന്നാണ് വരുന്നത്. 0.2 ഇൻറ്റു ഇത് ചെയ്താൽ 1.2 എന്നാണ് നിങ്ങൾക്ക് കിട്ടുക. പക്ഷെ ഇവിടെ സ്റ്റോപ്പ് ചെയ്താലും മതി. നിങ്ങൾക്ക് കിട്ടുക 1.2044 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് 23 മോളിക്യൂൾസ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ കെമിക്കൽ റിയാക്ഷൻ 2H2 plus O2 gives 2H2O. How many moles of oxygen should react to obtain 10 moles of water? അപ്പൊ ഇവിടെ 2 മോൾ 2 മോൾ ഹൈഡ്രജൻ reacts with 1 mole of oxygen to give 2 moles of water ആണ് അല്ലേ?
How many moles of oxygen should react to obtain 10 mole of water? നമുക്കിവിടെ വേണ്ടത് 10 mole of water കിട്ടണമെങ്കിൽ എത്ര ഓക്സിജൻ വേണമെന്നാണ് അല്ലെ, എത്ര ഓക്സിജൻ വേണമെന്നാണ് നമ്മളടുത്ത് ചോദിച്ചത്. അപ്പം 2 മോൾസിന് 10. അപ്പൊ ഒരു മോളിൽ നമ്മൾ എങ്ങനെ കാണാം? 1 mole is equal to 1 mole is equal എന്തായിരിക്കും? 2/10. അത് ചെയ്ത 1 mole കിട്ടും. 2/10 എന്ന് പറഞ്ഞാൽ 1/5 ആണ് ഇത്. ഓക്കെ, ഒരു മിനിറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോയി വായിച്ചത്. ഒരു മിനിറ്റ്. How many moles of oxygen should react to obtain 10 mole of hydrogen? Okay. അപ്പോൾ 1 mole of oxygen reacts to give 2 moles of water ആണ്. അങ്ങനെയാണെങ്കിൽ required number of molecules of oxygen അങ്ങനെ ചെയ്യാം. 1 mole of oxygen by 2 mole of 1/2 നമുക്ക് എടുക്കാം. ഓക്കെ, 1 mole oxygen for to give 2 moles of water. അങ്ങനെ എത്ര ഉണ്ട്? 10 മോളാണ്. അപ്പം ഇവിടെ നമുക്ക് കിട്ടാം 5 moles of oxygen ആയിരിക്കും. 5 moles of oxygen. Okay. Find the mass of oxygen required to obtain 10 mole water. മാസ് കണ്ടുപിടിക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ മാസ് is equal to number of moles into molecular mass. Number of moles 5 moles ആണ്. Molecular mass of oxygen O2 16 into 2 32 is equal to 160 gram. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.